ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ മാമൻ്റെ 60ാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ 17-ന്. അപ്പോൾ അന്നത്തെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും കൂടെ പോവാണ്, ബാക്കി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതേ അവിടെ എത്തിയിട്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ മാമൻ ഓരോ ഷർട്ടൊക്കെ ഇട്ട് നോക്കി. ലാസ്റ്റ് ഈ ഒരു ഷർട്ടാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിച്ച് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഞങ്ങൾ തന്നെ 1 പേർക്ക് സ്കൂളിൽ പഠിക്കുന്ന കാലം 3ാം ക്ലാസ്സിൽ ഇപ്പൊ വന്ന് വലിയ 1000 ഏകദേശം മുട്ടിൽ കീപ്പിട്ട് കിട്ടുന്നത് അലക്കലേ അല്ലാന്ന് തോന്നുന്നു ഇറങ്ങാച്ച ദിവസം. അപ്പൊ ആ കാലത്ത് വേഴക്കോട്ട് കട്ടായിട്ടാണ് സ്കൂളിൽ നമ്മളെ വീരാണ്ട് കൂടുതൽ പിന്നെ വേഴക്കോട്ടാരെ തൊട്ടുകളിൽ ചാടിയാളുന്ന പരിപാടി വീരാണ്ടൊക്കെ ഉണ്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ടീമായിട്ടാണ് സ്കൂളിൽ പോവാ. ആ കൂട്ടത്തിൽ പോകണ കുറച്ച് സിറപ്പും വന്നു. വേഴക്കോടാര് വന്നാലും മെമ്പർഷിപ്പ് ആദ്യം കൊടുക്കും. അങ്ങനെ ഓയും കൂട്ടി ഞങ്ങൾ സ്കൂളിൽ പോലെടുക്കി. അങ്ങനെ സ്കൂളിൽ പോലെടുക്കി മൂർക്കാട് സ്കൂളിലെത്തുമ്പോൾ തെക്ക് ഭാഗത്ത് വരുന്ന ആളുകളോട് ഇവിടുന്ന് ഞങ്ങൾ ക്ലാസ് പറഞ്ഞിരുന്നു. നല്ല ബുദ്ധിമുട്ടാവും, ഒരു കൊള്ളത്താണ് പറയാ. അപ്പൊ ഉടക്കായം വീട്ടിലെപ്പാറുള്ള എന്നടാ പറയുന്ന ആ ഒരു ടീം അതിനുള്ള എല്ലാ ക്രെഡിറ്റും ഇവിടെ ഈ ചിലപ്പോട്ടിന്റെ കുട്ടികളായിട്ടുള്ള ഈ ഇവിടെ ഇന്ത്യ ആളുകൾക്ക് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ കൂടാൻ പറ്റിയത് എന്റെ മക്കളാണ് ഉണ്ടാക്കിയത്. അങ്ങനെ മാമനോട് 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോൾ മാമനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാമൻ ചെറുതായിട്ടൊന്ന് ഇമോഷണലായി. പിന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. ഒരുപാട് പേര് ഗിഫ്റ്റ് കൊടുത്തു, പൊന്നാട അണിയിച്ചു, അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മേ ബി ഡിസ്റ്റർബൻസ് ആയിരിക്കാം, നിങ്ങളൊന്ന് ക്ഷമിക്കുക. കാരണം ഞാനിപ്പോൾ ഓഫീസിൽ നിന്നാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ട് ഒരുപാടായിട്ടോ. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കിട്ടാറേയില്ല. അതൊന്ന് ഒരുമിച്ച് കിട്ടിയ സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് സംസാരിച്ചൊക്കെ ഇരുന്നിട്ടോ. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ മന്തിയായിരുന്നു ഫുഡ്, അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചേരം കുറച്ച് ടൈം അവിടെ നിന്നിട്ട് വേഗം പോകുന്നുട്ടോ. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് പോന്നു. രാത്രിയായിരുന്നു കേട്ടോ പരിപാടി. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണും കൂടെ എനാബിൾ ചെയ്തിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.